ഹായ്, ഇന്ന് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച. ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും കൂടി പുറപ്പെട്ടതാണ് തിരുനാവായിക്ക് പോകാൻ വേണ്ടിയിട്ട്. തിരുനാവായക്ക് അടുത്തുള്ള വൈരങ്കോട് ക്ഷേത്രത്തില് ഇന്ന് കാളവരവാണ്. അവിടുത്തെ തെയ്യാട്ട്, വലിയ തെയ്യാട്ടാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് പങ്കെടുക്കാനും അത് കാണാനും, പിന്നെ ആതിരയുടെ മാമന്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ്, പട്ടർനടക്കാവ്. അപ്പോൾ അവിടേക്കും പോവും. പിന്നെ അവിടുന്ന് ഒരു വരവ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം കാണാനും ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ആദ്യം ഒന്ന് അമ്പലത്തിൽ കയറണം, അതിനുശേഷം വീട്ടിലേക്ക് പോയിട്ട് വരവിലെല്ലാം പങ്കെടുക്കണം എന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ യാത്ര പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുവള്ളി കഴിഞ്ഞിട്ട് വയനാട് കോഴിക്കോട് ഹൈവേയിൽ കയറി. റോഡൊക്കെ കാലിയാട്ടോ, രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും. 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും സമയത്ത് വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. ലനിയൂട്ടാ അങ്ങനെ 7:15 നമ്മളിതാ കുന്നമംഗലം എത്തിയിട്ടുണ്ട്. കുന്നമംഗലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. യാത്രയുടെ തുടക്കം തന്നെ എന്താ, അവിടെ ഒരാള് വാളും വെച്ചിരിക്കുന്നുണ്ട്. എന്താ അവിടെ ഒരാളുണ്ട് മടി കിടന്നുറങ്ങണേ. എന്താ ഇവിടെ ഇതിന് സീനിന് പറ്റിയൊരു പാട്ട് ഇവിടെ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. ഈ പാട്ട് ഏതാണെന്ന് കേൾപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോ കോപ്പിറൈറ്റ് കൊണ്ട് വരും. അതുകൊണ്ട് നമുക്ക് പാടാം അല്ലേ. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ, ആരാരോ ആരാരോ ആരീരോ ആരിരാരോ. ഇടനെഞ്ചുരുകും ചൂടുപറ്റി കൈയൊരുക്കും തൊട്ടിലിന്മേൽ കൺമണിയെ കണ്ണടക്കേ നീയുറങ്ങ്, ആരാരോ. ഇവിടെ എന്താ പറ്റിയെന്ന് അറിയില്ല, ഒരു കാറ് ഒരു കുഴിയില കാനല്ല വീണടക്കുന്ന. അങ്ങനെ നമ്മള് പാലാഴിന്ന് കയറി ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഹൈലൈറ്റ് മാളിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ നമ്മൾ ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഹൈവേ ആണ്. ഹൈവേയിലേക്ക് നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ കയറാൻ പോവാണ്. ഹൈവേന്റെ പണി ഒരുവിധമൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ കയറി നോക്കട്ടെ. കുറെ കാലമായി ഹൈവേ കൂടെ കയറി വന്നിട്ട്. നമ്മളെ സംസ്ഥാന പാത അല്ല, ദേശീയ പാത, 6-വരിപ്പാത. ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ റോഡ് ഡൈവേർട്ട് ചെയ്തു. ഇത് സിംഗിൾ ലൈനായി മാറി. നമ്മളെ പിന്നെ ഡക്കാത്തലോൺ ആണ് കേട്ടോ റൈറ്റ് സൈഡിൽ കാണുന്ന, കോഴിക്കോടുള്ള ഡക്കാത്തലോൺ. അതൊക്കെ ഇപ്പൊ താഴെ ആയിപ്പോയി. അതിന്റെ മേലെ കൂടെയാണ് ഇപ്പൊ ഹൈവേ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ബോർഡ് മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ, ഷോപ്പ് കാണാൻ പറ്റില്ല. ഹൈവേ ഒക്കെ ഫുള്ള് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഈ 6-വരിപ്പാത വന്നതോട് കൂടിയിട്ട് നേരെ വിട്ടു പോകാനേ പറ്റുള്ളൂ. സൈഡിലത്തെ ഷോപ്പുകളൊന്നും കിട്ടൂല. ഇനി ഇപ്പൊ ഒരു ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ട്. ചായ കുടിക്കണമെങ്കിൽ ഇപ്പൊ എവിടെയാ ഷോപ്പ് ഉള്ളത് നമുക്ക് കണ്ടറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഹൈവേന്ന് എക്സിറ്റ് ചെയ്തിട്ട് പോയി ചായ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ നൂൽപ്പെട്ട് വാങ്ങിച്ചു, ഇവരൊക്കെ വെള്ളപ്പം വാങ്ങിച്ചു, പിന്നെ കടലക്കറി. കടലക്കറി എല്ലാരും ഒരേ തന്നെയാണോ? നമ്മളെ യൂണിവേഴ്സിറ്റിന്റെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ. ഇവിടെയായിരുന്നു ആദ്യം ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ മാറി ഇപ്പൊ ഫുള്ള് താഴ്ത്തിയിട്ട് ഇവിടുത്തെ കയറ്റൊക്കെ കുറച്ചു. ഇപ്പൊ ഈ സ്ഥലം ഒന്ന് കണ്ടാലേ മനസ്സിലാവില്ല. ഹൈവേ നന്നായതുകൊണ്ട് ഇപ്പൊ ക്രൂയിസ് ഒക്കെ ഇട്ട് ഓടിക്കാം കേട്ടോ. കേരളത്തിൽ കൂടെ ക്രൂയിസ് കൺട്രോൾ ഇട്ട് ഓടിക്കാനേ പറ്റാറേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് കുറച്ചു ദൂരെങ്കിലും കേരളത്തിൽ കൂടെ ഓടിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോയപ്പോ ഓടിച്ചിട്ടുണ്ടെന്നല്ലാതെ കേരളത്തിൽ കൂടെ ആദ്യമായിട്ടാണ് ക്രൂയിസ് ഓടിക്കുന്നത്. ഇപ്പൊ 77 സെറ്റ് ചെയ്തിരിക്കുക ക്രൂയിസ്. അങ്ങനെ ഞങ്ങളിതാ പട്ടണടക്കാൻ എത്തി. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ലാത്ത ബ്ലോക്ക് ഉണ്ട്. നല്ല ബ്ലോക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് അവിടെ കുറച്ച് മുന്നേ തന്നെയാണ് ടൗൺ. 4 കൂടി ഒരു മെയിൻ ജംഗ്ഷൻ ആണല്ലോ. അപ്പൊ 4 ഡയറക്ഷനും വണ്ടി വരാനുണ്ടാവും.
കൺട്രോൾ ചെയ്യാനുള്ള ഇന്ന് ഉത്സവത്തിന്റെ ഇത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തിരക്കൊന്നുമല്ല. എനിക്ക് തോന്നുന്നു യൂഷ്വൽ ഡേയ്സിൽ തന്നെ എത്ര തിരക്കുണ്ടാവാറുണ്ട് തോന്നുന്നു. ഞങ്ങളിതാ ഒരു 20 മിനിറ്റ് ആയിട്ടോ ബ്ലോക്കിൽ പോയിട്ട് എടുക്കുന്നു. ഈ ജംഗ്ഷൻ എത്താറായി. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണം. പട്ടണനടക്കാവിൽ ഇതാ ഉത്സവാഘോഷത്തിന്റെ ഉത്സവാശംസകളൊക്കെ ഓരോരോ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലക്സ് പറ്റില്ല, അതുകൊണ്ട് നമ്മള് പട്ടർക്കാവ് എത്തിയില്ല. അതിന് മുന്നേ ആയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുക. ചിലപ്പോ നല്ല ബ്ലോക്ക് ആയിരിക്കും തോന്നുന്നു. നമ്മളെല്ലാരും മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. വെയിലല്ലേ? വെയിലുണ്ട്, പൊടിയുണ്ട്. വണ്ടി അവിടെ വെച്ച് നന്നായി കേട്ടോ. നല്ല കട്ട ബ്ലോക്കാ. ഒത്തിരി വാഹനങ്ങള് ബ്ലോക്കിൽ പെട്ട് കിടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ വഴിയില്ല. അങ്ങനെ ഞങ്ങളിതാ പിന്നെ വൈരങ്കോട് ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. നല്ല തിരക്കാണ്. ഈ ക്ഷേത്രത്തിന് 1500ഓളം വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇവിടെ ആഴുവാഞ്ചേരി തമ്പ്രാക്കളാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിച്ചത്. 1500 മേലെ വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. ഇവിടുന്ന് പൂ വാങ്ങിച്ചു. മുളത്തിന് 20 രൂപ. നല്ല വെയിലും പൊടിയാണ്. നല്ല ആളെത്തി. തിരക്കൊക്കെ കുറച്ച് കുറവാന്ന് തോന്നുന്നു. നല്ല തിരക്കാട്ടോ അമ്പലത്തില്. അവര് ഈ കടുക് വിൽക്കുന്നില്ലേ, ഈ കടുക് അവിടെ പിന്നെ വിറകുണ്ട്. വിറക് മീൻസ് അവിടെ മരമുറി ഉണ്ട്. ഒരു പ്ലാവ് മുറിച്ചിട്ട് കനലുണ്ടാക്കുന്നത്. ആ കനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കടുക് വിൽക്കുന്നത്. ആ കടുക് വാങ്ങിയിട്ട് ആൾക്കാർ അതിന്റെ ചുറ്റും അങ്ങനെ ഇടുന്നതാണ്. ഒരു വഴിപാടായിട്ട്. ഈ പരന്നു നടക്കുന്ന സ്ഥലം മുഴുവനും ഇനി കുറച്ച് കഴിയുമ്പോൾ കാളകളെ കൊണ്ട് നിറയും കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് ശേഷം വരവ് ഇങ്ങനെ വന്നു തുടങ്ങും. വൈകിട്ട് രാത്രി ഒരു 12 മണി വരെ വരവുള്ളത്. അപ്പൊ ഈ ഭാഗങ്ങളിൽ മുഴുവനും കാളകളെ നിരത്തി വെച്ചിരിക്കും. പിന്നെ ഈ ഭാഗത്തുള്ള കച്ചവടങ്ങളൊക്കെ ഒരുവിധം പുറത്തേക്ക് ഒഴിവാക്കും. എന്നിട്ട് ഈ അമ്പലത്തിന്റെ ചുറ്റുമുള്ള ഈ സ്ഥലങ്ങളിൽ മുഴുവനും കാളകളെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ അമ്പലമറ്റത്തുള്ള ഈ ആൽമരത്തിന് ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഇതൊരിക്കലും കുറച്ച് ചെറുതായിട്ട് പൊളിഞ്ഞു വീഴുന്നതിനും തോന്നുന്നു. അതേപോലെ തന്നെ അപ്പുറം ഒരു ആലുണ്ട്. അത് കുറച്ചും കൂടി വലിയ ആലാണ്. ആ ആലിന്റെ അപ്പുറത്തേക്കായിട്ട് കുറെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. മീനൊക്കെ വിൽക്കുന്നുണ്ടാവും, പുഴ മത്സ്യങ്ങളൊക്കെ. പോയി നോക്കാം. എന്റെ ഫേവറേറ്റ് സെക്ഷൻ കമ്മലുകൾ. ഇവിടെ മുഴുവൻ കമ്മലാണ്. എന്താ ഇപ്പുറം ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതിനെ അങ്ങോട്ട് ഒരു ഉൾവലിവുണ്ടോ അത് കണ്ടു കഴിഞ്ഞാൽ. അമ്പലത്തിന്റെ അടുത്തൊക്കെ വെള്ളം തളിച്ചിട്ട് കുറെ കൂടെ പൊടിയൊക്കെ ശമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ നല്ല പൊടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മറ്റേ മീൻ കച്ചവടം, 10 രൂപയുടെ കച്ചവടം, വിഗ്രഹങ്ങളുടെ കച്ചവടം ഒക്കെ ഉള്ളത്. നല്ല ജനങ്ങൾ ഈ ഭാഗത്താണ് കൂടുതലുണ്ടാവുക. അധികം പേരും കാണാൻ വരുന്നവരാണ്. വിഗ്രഹങ്ങളെ വിൽപ്പന. ഇതൊക്കെ പ്ലാസ്റ്റർ പാരീസിൽ ചെയ്ത വിഗ്രഹങ്ങളാണ് കേട്ടോ. നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ട് ഭംഗി വരുത്തിയിരിക്കുന്ന വിവിധതരം ഭരണികള്. ഏതെടുത്താലും 10 രൂപ. 10 രൂപ എന്നല്ല, 10 മുതൽ 40 വരെ എന്നാണ് തോന്നുന്നത് അല്ലേ. എന്തൊക്കെയായാലും നല്ല പൊടിയാണ്. ഇവിടെ മൺപാത്രങ്ങളാണ് വിൽപ്പന. ഇവിടെ ബുദ്ധനുള്ള അവിടെയൊക്കെ ഇതൊക്കെ മണ്ണിൽ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഗണപതിയും ബുദ്ധനൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും കളിമണ്ണിൽ ചെയ്തതല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെടികളുടെ കച്ചവടം. ചെടികൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ. ചട്ടികളെ സെക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ കയർഗ്രാമം 60% ഡിസ്കൗണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട് തോന്നുന്നു. ആളൊന്നും ഇവിടെ കാണാനില്ല അധികം. കത്തികളുടെ സെക്ഷൻ. ഒരുപാട് ഡിഫറെന്റ് ഐറ്റംസ് കാണാം അവിടെ. കത്തികൾ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വ്യത്യാസമായിട്ടുള്ള ഡിസൈനുകളിലൊക്കെ കാണാം. പഴയ മണ്ണിന്റെ തരത്തിലുള്ള കാശിക്കുഞ്ചി. ഇതൊന്നും ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പൊക്കെ പ്ലാസ്റ്റിക് ആയി മാറിയല്ലോ കാശിക്കുഞ്ചികളൊക്കെ. വരാല് ജീവനുള്ള വരാല് കിലോക്ക് 500 രൂപയാണെന്ന് പറയുന്നത്. ഇത് ചത്തിട്ടുണ്ടാവില്ല കേട്ടോ. ജീവനോട് കൂടിയേ വിൽക്കുള്ളൂ അവര്. ചത്ത വില കുറയും.
മുക്കം ബസ്സിന് കണ്ട് ഫ്ലൂറസന്റ് ഫിഷുകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗപ്പികളുണ്ട്. ഈ ഗപ്പി അത്യാവശ്യം വിലയുള്ള ഗപ്പികളാന്ന് തോന്നുന്നു. ഇതൊക്കെ രാത്രിയിൽ സജീവമാകുന്ന കച്ചവടങ്ങളാട്ടോ. ഇപ്പോഴൊന്നും അത്രയ്ക്കില്ല. അതേപോലെ തന്നെ അവിടെ യന്ത്രൂഞ്ഞാല്, മറ്റേ തോണി, ആകാശത്തോണി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്കൊന്നും നമുക്ക് ആളുകൾ ഉണ്ടാവില്ല. അമ്പലത്തിന് ചുറ്റുമാണ് ആളുകളെ വെക്കുക. ഇവിടെ കുറച്ചും കൂടി ചെറിയ സൈസ് മരങ്ങളുണ്ട്. എന്താ വില? വലുത് 500. ഇവിടുത്തെ ആഘോഷങ്ങൾക്കും ഈ കച്ചവടങ്ങൾക്കും ഒക്കെ ഈ 1500 വർഷത്തിലേറെ പഴക്കം ഉണ്ടാവും കേട്ടോ. അത്രയും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വിൽക്കാൻ ഇങ്ങനെ വെച്ചിരുന്നത്. ഇപ്പൊ നാട്ടിലെ ഉൽപ്പന്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. അപ്പൊ ഈ മൺചട്ടി അതേപോലെ മീനൊക്കെയാണ് പിന്നെയും പഴയ കാലങ്ങളിലുള്ളതായിട്ട് ഇപ്പോഴും വിൽക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ള കച്ചവടങ്ങളൊക്കെ ഒരുവിധം പുതിയ കച്ചവടങ്ങളാണ്. ഈ വൈരങ്കോട് ക്ഷേത്രം ഇപ്പൊ പണിതാണ്. അങ്ങനെയൊക്കെ പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഈ ചുറ്റമ്പലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറെ ഒരു 2 വർഷമായിട്ട് പുതുക്കി പണിതതാണ് അങ്ങനെയൊക്കെ. ഈ അമ്പലത്തിന് വേറെ ഐതിഹ്യമുണ്ട്. ഇതിവിടെ മരം മുറുക്കി പിന്നെ മുറിച്ച് കൊണ്ടുവരുന്ന കടുക അല്ല മരമാണ് കേട്ടോ, പ്ലാവ്. ഈ വരിക്കപ്ലാവ് ഇവിടെ ദേശത്ത് നിന്ന് എവിടെയെങ്കിലും മുറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ആൾക്കാർ തലച്ചമടായിട്ട് വിറകായിട്ട് കൊണ്ടുവരിക ചെയ്യും. ഇത് ഇനി കനലാക്കിയിട്ട് രാവിലെ പുലർച്ചയ്ക്ക് കനലാട്ടം ഉണ്ടാവും. അതിന് ചുറ്റും കടുകിടുക. അതാണ് ആചാരം. ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. അതില് കടുകിടുക എന്നുള്ളത് ഇവിടുത്തെ ഒരു വഴിപാടാണ്. സമയം 10:30 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലുണ്ട്, പൊടിയും. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് തൊഴുത് അവിടെ കാഴ്ചകളൊക്കെ ജസ്റ്റ് കണ്ട് ഇനി തിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി എല്ലാവരും വെയിൽ കൊണ്ട് പൊടി കൊണ്ട് സൈഡായി. അതെ, ചൂടെടുക്കുന്നുണ്ട്, പൊടി അടിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്നാ വീട്ടിലേക്ക് പോട്ടെ. വീണ്ടും പട്ടർക്കാവ് ബ്ലോക്കിൽ പെട്ടിരിക്കുന്നു ഗൈസ്. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1 കിലോമീറ്ററോളം ബ്ലോക്ക് ഉണ്ട് തോന്നുന്നു. ഇപ്പൊ 10:48 ഇനി ഇവിടുന്ന് എപ്പോഴാ കഴിച്ചില്ല നോക്കട്ടെ. ഈ റോഡിൽ ഇപ്പം വണ്ടികളൊക്കെ നിറയെ ഓടുന്നുണ്ട്. ഒരു 2 മണിക്ക് ശേഷം ഈ റോഡിലൊന്നും വാഹനങ്ങൾ വിടൂല കേട്ടോ. ഫുള്ള് അടവായിരിക്കും. വരവുകൾ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരവുകൾ വന്നുകൊണ്ടിരിക്കും. രാത്രി ഒരു 12 മണി വരെ ഈ റൂട്ടിൽ ഇനി വരവുകളും ജനങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. സൈഡിൽ മുഴുവൻ ജനങ്ങളായിരിക്കും, റോഡിൽ മുഴുവൻ ജനങ്ങളായിരിക്കും. മുന്നിലൊരു ബസ് പോകുന്നുണ്ട്. എന്റെ മേലെ തമ്പോല കെട്ടിയിരിക്കുന്നത്. ആ ബസ്സിലെ ടീംസ് മുഴുവൻ തമ്പോലത്തിന്റെ ടീംസ് ആണെന്ന് തോന്നണം. തമ്പോലത്തിന്റെ ടീംസ് മുഴുവൻ ഇപ്പൊ ബസ്സിലൊക്കെ തന്നെ വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ആളുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ബസ് തന്നെ വേണ്ടി വരും. അങ്ങനെ 11:10 കൂടി നമ്മൾ 11:10 അല്ല 11:12 ആയി തോന്നുന്നു. 11:12 കൂടി നമ്മൾ പട്ടർക്കാവ് ജംഗ്ഷൻ കടക്കാൻ പോവുകയാണ്. എത്ര മിനിറ്റ് ആയി? 20 മിനിറ്റ്. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞ് തിരിച്ചെത്തി. പട്ടർക്കാവ് കഴിഞ്ഞു. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ബ്ലോക്ക് ഉണ്ടാവില്ല, അവിടുന്ന് ഇങ്ങോട്ടേ ഉണ്ടാവുള്ളൂ. ഈ നാട്ടുകാർ ശരിക്കും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഈ പട്ടർക്കാവ് ജംഗ്ഷനിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ദേശത്തേക്കുള്ള പൂക്കാവടിയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ ദേശത്താണോ ഇനി ഈ ഭാഗത്തുള്ള വേറെ ദേശങ്ങളിലാണോന്ന് അറിയില്ല. എന്തായാലും വലിയ പറപ്പൂരിന്റെ തന്നെ ആയിരിക്കാം കാവടി. എന്താ നമ്മളെ പൂക്കാവടിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവാണ് കേട്ടോ. നമ്മളെ ദേശത്തേക്കുള്ളതല്ല തോന്നുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ ആയിട്ട് തൂക്കി വരുന്ന. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. തല ചൂട് പിടിച്ചോ? വണ്ടിയിലിരുന്നിട്ടോ? വണ്ടിയിലിരുന്നിട്ട് എങ്ങനെ ചൂട് പിടിക്കുക? ഇതാ നമ്മളെ ഉണ്ണിക്കണ്ണമാവന്റെ വണ്ടിയുടെ മുന്നിലിരിക്കുന്നത്. അതിന്റെ തൊട്ട് പുറകിൽ നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് എല്ലാരും വീട്ടിലെത്തിയിട്ടു. അവരെല്ലാരും പിന്നെ തറേന്റെ ആൾക്കാരാണ്. അവരൊക്കെ ഇന്നലെ രാത്രി എത്തിയിട്ട് വിശ്രമിക്കുകയാണ്. ഇനിയിപ്പോ ഏതാണ്ട് 1 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിതൊക്കെ സെറ്റാക്കിയിട്ട് ഈ വരവിന്റെ കൂടെ പോകാനുള്ളവരാണ്.
അപ്പോൾ നമ്മൾ കാളേനെ മുന്നിലെത്തി. ഇതാണ് നമ്മുടെ ദേശത്തിന്റെ കാള, വലിയ പറപ്പൂര്. ഇതിന് ശരിക്കും ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിന്റെ സൈഡിലേക്കൊക്കെ ഇനിയും വരാനുണ്ട്, ഫിറ്റിങ്സ് വരാനുണ്ട്. ഇതിന്റെ മേലേക്ക് വരാനുണ്ട് ഫിറ്റിങ്സ്. അപ്പൊ ഇത് നമ്മളെ റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം എങ്ങനെ അയച്ചു വെച്ചിരിക്കുക. അപ്പൊ തന്നെ ഈ ഒരു കാളയ്ക്ക് നമ്മളതാ ഷാജിമാന്റെ 2 നിലയുള്ള വീട്, ആ വീടിനോളം ഹൈറ്റ് ഉണ്ട്. കാളേനെ എങ്ങനെ എടുത്തിട്ട് നമുക്കിതാ ഈ വഴിയിൽ എങ്ങനെ വേണം പോകാൻ വേണ്ടിട്ട്. വലിയ പറപ്പൂർ ജനകീയ കമ്മിറ്റി, ഇതാണ് നമ്മുടെ ദേശം. ഒരു ഗ്ലാസ്സിൽ എഴുതിയത് കൊണ്ട് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാളേനെ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഒരു ലോറിയുടെ ഷാസിയിലാണ്, ലോറിന്റെ ചേസിലാണ്. ഈ 407 ലോറിന്റെ ചേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനിപ്പോ ഒരു ബ്രേക്കും സ്റ്റിയറിംഗും ഉണ്ടാവും. പിന്നെ വണ്ടിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് തള്ളലാണ്. എല്ലാരും കൂടി തള്ളിയിട്ടാണ് ഇതിനെ കൊണ്ടുപോവുക. ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യും, തിരിക്കലും ഒക്കെ. ഒരു വലുതാണ്. അപ്പൊ ആളെന്നെ ശരിക്കും കാണില്ല, കാളേനെ ശരിക്കും കാണില്ല. ഈ കാളേനെ തള്ളിയിട്ട് റോഡിലേക്ക് എത്തിക്കുക കേട്ടോ. തൽക്കാലം അവിടെ നിന്ന് ഫിറ്റ് ചെയ്യാനായിരിക്കും. ഇപ്പൊ ഫിറ്റ് ചെയ്ത് കഴിയുണ്ടാവില്ല, അല്ലെങ്കിൽ പോകുമ്പോഴേക്ക്. അതുകൊണ്ട് എല്ലാരും കൂടി തള്ളി റോഡിലേക്ക് ആക്കുക. ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ. തള്ളിയിട്ടാണ് കൊണ്ടുപോകുക. അവിടെ അമ്പലം വരെ തള്ളിയിട്ടാ കൊണ്ടുപോകുക. ഇപ്പൊ മടക്കി വെച്ചിരിക്കുന്ന അതിന്റെയൊക്കെ സൈസ് വെച്ച് നോക്കുമ്പോ കാളയുടെ സൈസ് മനസ്സിലാവും. ആളുടെ സൈസും കാളയുടെ സൈസും കൂടി ഓരോരുത്തരും നല്ല ടണ്ണോ, ഒരു ടണ്ണിലും വരെയൊക്കെ വെയിറ്റ് കാണും. 1500-2000 കിലോയൊക്കെ കാണും. അത്രയും വെയിറ്റ് ഉള്ള ഇതിനെയാണ് തള്ളിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒരുപാട് പേര് കൂടി തള്ളുമ്പോഴേ ഇതിനെ ശരിക്കും നീങ്ങുന്നുള്ളൂ കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കാളയ്ക്ക്. ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇനി റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. ഓട്ടോറിക്ഷയ്ക്ക് ഇനിയിപ്പോ കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ കാള തരാണ്. ഈ കാള റോഡ് നിറഞ്ഞു വരികയാണ്. ഒരാൾക്ക് പോലും നിൽക്കാൻ സ്ഥലമില്ല. ഒരുപാട് പേരുടെ അധ്വാനവും. ഇതെന്ന് ഞാൻ പറഞ്ഞ പോലെ 2 ടണ്ണൊന്നല്ലല്ലോ, കൂടുതൽ വെയിറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇതിന്റെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മിക്കവാറും ഇനി വയറും കൂടി എത്തിയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റേണ്ടാവുള്ളൂ. 2 സൈഡിലേക്കും മുകളിലേക്കും ഒക്കെ കൂടി. അത്രയും വലുപ്പം കാണണ്ട. കാണാൻ അവിടെ നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഈ ലൈനൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് കാണാൻ കൊണ്ടുവരുന്നത്. ലൈനിലാണെങ്കിൽ സപ്ലൈ ഉണ്ട്, സപ്ലൈ ഓഫ് ചെയ്തിട്ടില്ല. സാധാരണ 2 മണിയൊക്കെ ആകുമ്പോഴേ കാണാൻ എടുക്കാറുള്ളൂ. ഇന്നിപ്പോ വലിയ കാളായതുകൊണ്ട് കുറച്ച് നേരത്തെ എടുത്തത്. കാള പോലെ ഒരു വാടകയ്ക്കായിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇതിന്റെ റേറ്റ് ഇവര് പറഞ്ഞിരിക്കുന്നത് 65,000 രൂപയ്ക്കാണ് കാളേനെ എടുത്തതെന്ന്. 65,000 എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ് ശരിക്കും. ഇതിനുള്ള പിന്നെ വണ്ടി ചാർജും ഇതിന്റെ കാളേനെ കൊണ്ടുപോകാനുള്ള ചാർജും ആൾക്കാരുടെ കൂലിയൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് റേറ്റ്. അതുകൊണ്ട് തന്നെ ഈ കാളയുടെ ഫസ്റ്റ് വരവാണെന്നാ പറയുന്നത്. ഈ കാളേനെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ടുള്ള പിന്നെ ഓർഡർ ആണെന്നാ പറയുന്നത്. ഈ കാളയുടെ നിർമ്മാണ ചെലവ് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയോളം വരും കേട്ടോ. പുതിയ കാളയാണ്. പോരാത്തിന് ഈ മടക്കി വെച്ചിരിക്കുന്നതൊക്കെ നിവർത്തിയിട്ട് കാളയുടെ പൂർണ്ണ രൂപത്തിൽ വയ്ക്കാനുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ മുഴുവനും ലൈറ്റിങ്ങിന്റെ കണക്ഷൻ ഉണ്ട്. അത് അതിന്റെ ഉള്ളിൽ കാണാം. അതിന്റെ സ്വിച്ചും കാര്യങ്ങളും കൺട്രോളിങ് ഒക്കെ ആയിട്ട് ബോക്സ് തന്നെ അതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ കുറച്ചും കൂടി മേലേക്ക് കയറ്റി വെച്ചിട്ട് അവിടുന്ന് കുറേയും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതാണ് ഇപ്പൊ നേരത്തെ കയറ്റി കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ വീതി കാരണം ഈ പോസ്റ്റിനൊക്കെ തട്ടാൻ നിൽക്കുകയാണ്. KCBക്കാരോട് പറഞ്ഞിട്ട് ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കളക്കൂല കേട്ടോ, പോസ്റ്റിനോടെ തട്ടുന്നുണ്ട്.
ഇങ്ങനെ തന്നെ ഇപ്പൊ ഈ സൈഡൊക്കെ അഴിക്കേണ്ടി വരും തോന്നണം. അല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്നാ പറയുന്നത്. അവിടെ ആണെങ്കിൽ ആ ചുമരിനെ തട്ടിയിട്ടുണ്ട്. അവിടെ ഈ പോസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കാളേന്റെ കൊമ്പ് കൂടെ അഴിച്ചതാ. വിനയമ്മന്റെ സൈസും കാളേന്റെ കൊമ്പിന്റെ സൈസും കൂടി നോക്കിയാൽ അറിയാം അതിന്റെ വലിപ്പം. ആ ഉണ്ട്, വേമേനെക്കാളും വലിപ്പുണ്ട്. ഉണ്ട്. ഇതൊക്കെ ഇനി അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാനുള്ളതാ. 2 കാളയുടെ 2 സെറ്റ് കൊമ്പുകൾ. പക്ഷെ ഇത്ര സൈസ് ഉണ്ടെങ്കിലും വെയിറ്റ് ഇല്ല കേട്ടോ. ഒരാൾക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ. എന്താ ഫൈബർ മെറ്റീരിയൽ എന്തുകൊണ്ടോ ഉണ്ടാക്കിയതാണ്. ഈ കൊടുക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ എന്തോ ഒരു മെറ്റലുള്ളൂ. കാള ഇവിടെ പെട്ടു കേട്ടോ. കൊണ്ടുപോകാനേ കഴിയുന്നില്ല ഈ പോസ്റ്റ് ഉള്ളതുകൊണ്ട്. ഈ പോസ്റ്റിനൊപ്പം തന്നെ ഇപ്പൊ അങ്ങോട്ടൊക്കെ ഇളക്കി മാറ്റിയിട്ട് നേരെ ആക്കിയിട്ടുണ്ട്. പിന്നെയും ഇതിന്റെ ടയറൊക്കെ ഊരിയിട്ട് കുറെ ശ്രമിച്ചു നോക്കുക. ഇപ്പൊ ഏതാണ്ട് ഒരു മണിക്കൂറിലും മേലെ ഇവിടെ പെട്ട് കിടക്കുന്നു. തറയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി അവര് കുറച്ചുകൂടി തന്നെ കളിക്കും. ഇവിടുന്ന് കളിച്ചിട്ട് എങ്ങനെ ഇറങ്ങും. ദിനമ്മ ഹായ് ഹായ്. ആ നമ്മളെ ടീംസിന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളെ തറ ഒരുങ്ങാണ്. ഞാൻ്റെ ഒരു പെർഫോമൻസ്. ഇവരെ തെറേന്റെ സാധനമാണ്. ഉള്ള കൊത്തുപണികള് ഇത് തലയിൽ വെച്ചിട്ടാണ് ഇതിനി കളിക്കുന്നത്. ആര്യന്റെ വക പെർഫോമൻസ്.
വരുമ്പോൾ തന്നെ എല്ലാവരും കൂടി വരുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു രസം തന്നെയാണിത്. അതെ അതെ. അല്ല, ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്.
ആ കാളന്റെ ലൈറ്റ് ഇല്ല അല്ലേ? നടക്കി വന്നിട്ട് പട്ട് കിട്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയി നിർത്തുക. എല്ലാ കാളയ്ക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പട്ട് കൊടുക്കും. വീഡിയോസ് അവസാനിക്കുകയാണ്. ഞാൻ പുലർച്ചെ നല്ല കാഴ്ചകളും കഴിഞ്ഞു. എല്ലാ കാളകളും ഏതാണ്ട് ഈ കാളയാണ് ലാസ്റ്റ് കയറാൻ പോകുന്ന കാള. ഈ കാളയും കൂടി കയറി കഴിഞ്ഞാൽ ഈ വർഷത്തെ തെയ്യാട്ടിൻ്റെ വരവാഘോഷം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം വീഡിയോ വേണ്ടേ? എന്തായാലും ഞങ്ങളിതാ ഉച്ചയോട് കൂടിയിട്ട് തിരുനാവായിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. കാളേനെ അയച്ചു കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ മുന്നിലുണ്ടിരുന്ന ഒരു കാണാം. കിടന്നുറങ്ങിയത് ഞങ്ങൾ പിന്നെ കടലിൻ്റെ എത്താറായി. ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതാണ്. സമയം 1:50. അപ്പോൾ ഇവിടെ പുഴയോരത്ത് ഒരു പ്രേമാസ് നാടൻ ഭക്ഷണം, നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നൊരു റിവ്യൂ ഒക്കെ കേട്ടിട്ട് വന്നതാണ്. പോയി നോക്കാം. ഹോട്ടലിലേക്കുള്ള വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാട്ടോ. പൈസ എത്രയായി? ഒരു ഫ്രൈയും പിന്നെ നമ്മളെ കരിമീൻ പൊരിച്ചത്, പപ്പടവും, പ്രേമാസ് വനിത ഹോട്ടലിൽ നിന്ന് നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇങ്ങനെ ഇറങ്ങി. അതിലെൻ്റെ തേങ്ങ മുട്ടായി. നീ കിട്ടണതാ കാര്യമായിട്ടൊന്നും കഴിക്കാതെ അവിടെ പോയി നിൽക്കുന്ന. മുട്ടായിയും കഴിച്ച് നിൽക്കുക. അതന്നെ, ഓൻ ഈ മുട്ടായി വാങ്ങിച്ചത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ അടുത്തുള്ള പുഴയാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു ഹോട്ടലാണ് കേട്ടോ, കാർത്തിക ഹോട്ടൽ. ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന തോന്നുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഇനി തിരിച്ചു പോവാം. നല്ല സുഖം കേട്ടോ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ. കാർത്തിക ഹോട്ടലിലേക്കുള്ള വഴി ഇതാ ഇങ്ങനെ ഇറങ്ങി വരണം. അവിടെ നിന്ന് കയറി ഇങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുക കേട്ടോ. ഇത് കിടക്കും നമ്മളെ വണ്ടി.
അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ 4 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി. എല്ലാരും നല്ല ക്ഷീണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീണൊക്കെ ഉണ്ട്. ഒന്നുമില്ല, വെറുതെ വെച്ചാണ്, എടുക്കാൻ മറന്നുപോയതാ. അപ്പോ കിട്ടുന്നുണ്ട്. അപ്പൊ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ബൈ.